വെരി എക്സൈറ്റഡ്. കാര്യം 20 ഇയേഴ്സിൽ ആദ്യമായിട്ടാണ് മുഴുനീളനായിട്ടൊരു പോലീസ് വേഷത്തിലും പോലീസ് യൂണിഫോമിലുള്ള വേഷത്തിൽ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് തെലുഗു സിനിമയിൽ ഞാൻ DGP ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ദാറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതൊരു ഹൊറർ ത്രില്ലർ ജോണർ ആയിരുന്നു. പക്ഷെ ഇതില് പോലീസ് സ്റ്റേഷനിലായിട്ടും ഒരു ഹൂഡനിറ്റ് എന്നിട്ടുള്ളൊരു ജോണറിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ക്യാരക്ടർ വൈസ് ഭയങ്കരമായിട്ട് ഒന്നും കൂടുതൽ പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എ മിസ്റ്റീരിയസ് ത്രില്ലർ ഫിലിം. പക്ഷേ നമ്മളിങ്ങനെ ഈ സീറ്റിന്റെ എഡ്ജിലിരുത്തി കാണുന്ന അതുപോലെയാണ്, നല്ലോണം തുന്നിയെടുത്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹൗ ഓഡിയൻസ് വിൽ ഫൈൻഡ് ഇറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രൂഫായിട്ട് തോന്നുന്നത് നമ്മുടെ സെറ്റിലുള്ള ടീം മെമ്പേഴ്സ് തന്നെ എന്തൊരു ബ്രില്യൻ സ്ക്രിപ്റ്റ് അല്ലേ എന്ന് അന്യോന്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രേക്ഷകർ അവരാണ് ആദ്യത്തെ പ്രേക്ഷകർ. ആക്ച്വലി നമ്മൾ അഭിനയിക്കുമ്പോഴും ഒരു ഷോട്ട് വിളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സീൻ വായിക്കുമ്പോഴും അവരാണ് നമ്മുടെ ആദ്യത്തെ ഒരു എന്താ പറയുക ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഐ ഫീൽ ദാറ്റ് എവ്രി വൺ ഈസ് വെരി എക്സൈറ്റഡ് ആൻഡ് ത്രിൽഡ് അബൌട്ട് ദ സ്ക്രീൻ പ്ലേ. സോ ആ ഒരു വിശ്വാസത്തിലും അതിന്റെ ഒരു എനർജിയിലും നമ്മൾ തുടങ്ങാം. മെയിൻലി മൈ ക്യാരക്ടേഴ്സ് നെയിം ഇസ് അലീന. അലീനയുടെ ബാക്ക് സ്റ്റോറി ഇതിൽ ഭയങ്കര I have not worked with I don't think any of them. ഉണ്ണിമായ ചേച്ചിയുടെ കൂടെ എനിക്ക് തോന്നുന്നു വൈറസിൽ ഒബ്വിയസ്ലി സീൻസ് ഇല്ല. സോ പക്ഷെ ആരുടെ കൂടെ ഇതിനു മുമ്പേ ആക്ച്വലി വർക്ക് ചെയ്തിട്ടില്ല. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ഹൗ ദാറ്റ് വിൽ ബി. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും വർക്ക് ഞാൻ പല സിനിമകളിലും കണ്ട് ആസ്വദിച്ചിട്ടും അഡ്മയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് ഫാൻ മൂവ്മെന്റ് ആണ്. അപ്പൊ ഞാൻ അവരിൽ നിന്ന് എനിക്ക് എന്തെടുക്കാൻ പറ്റും, അവരുടെ എനർജിയിൽ നിന്ന് എനിക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ നോക്കുന്നത്. ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. Yes, for sure. Yeah. Okay. Thank you so much.